നമസ്കാരം. നമ്മൾ ചിറയിൽ ഗാർഡൻസിലേക്ക് ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ നഴ്സറി ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 5 വർഷം ആകുന്നു. 5 വർഷമായി 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ നഴ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന നഴ്സറിയാണ്. നമ്മളിപ്പോൾ NHB നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അതിനെയും അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ അക്രഡിറ്റേഷനൊക്കെ, അതായത് നമുക്ക് ഈ ഫിനാൻഷ്യൽ എയ്ഡൊക്കെ ലഭിച്ചിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു നഴ്സറി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയാം. കാരണം നമ്മൾ തൈകളെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മാവിൻ്റെ അണ്ടിയാണെങ്കിലും വിത്ത് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പ്ലാവിൻ്റെ ആണെങ്കിലും വിത്ത് കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിച്ച് അതിന് തൈകളുണ്ടാക്കി നമ്മൾ ഇതിനായിട്ട് മദർമരങ്ങളുണ്ട്. ആ മദർമരങ്ങളിൽ നിന്നും അതിൻ്റെ ഒട്ടുകം, അതായത് സയനം എടുത്ത് ഇവിടെ തന്നെ പണിക്കാരെ വെച്ച് ഉൽപ്പാദിപ്പിക്കുകയാണ്. നമുക്ക് പോളിയോസും കാര്യങ്ങളും ശുചീകരണങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് വെച്ച് നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ തന്നെ വിൽപ്പന നടത്തുന്നു. അതുപോലെ തന്നെ നഴ്സറികളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ റീറ്റെയിൽ നഴ്സറിയോട് അനുബന്ധിച്ച് തന്നെ ഹോൾസെയിലായിട്ട് മലബാർ ഏരിയയിലുള്ള ഏകദേശം തൃശ്ശൂർ മുതൽ കൂട്ടുകയാണെങ്കിൽ തൃശ്ശൂർ, നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, ഈ തുടർന്ന് ഈ 6-7 ജില്ലകളിലായിട്ട് നമ്മുടെ അതായത് കൊല്ലത്തും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 6-7-8 ജില്ലകളിലായിട്ട് നമ്മൾ ഒരു 10-300 നഴ്സറികളിലേക്ക് നിലവിൽ നമുക്ക് സപ്ലൈ ഉണ്ട്. നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട്, അവിടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തൈയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നമ്മൾ ജസ്റ്റ് നമ്മുടെ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്നത് കായ്ക്കുന്നുള്ള നമുക്ക് 100% ഉറപ്പിക്കാം. നമ്മൾ കായ്ച്ചെന്ന് ഉറപ്പുവരുത്തിയ മരങ്ങളിൽ മാത്രമേ നമ്മൾ സാധനം എടുക്കുന്നുള്ളൂ. ഇവിടെ തന്നെ പരീക്ഷിച്ച് നല്ല ക്വാളിറ്റി തൈകൾ മാത്രമേ പുറത്തിറക്കി വിൽപ്പനയ്ക്ക് സജ്ജീകരിക്കുന്നുള്ളൂ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ടാഗുള്ള തൈ, ഇപ്പോൾ നഴ്സറിയിൽ പോയി വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ടാഗ് ഇട്ട്, അതായത് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻ്റെ ടാഗുള്ള തൈകളാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ അവരുടെ അടുത്ത് ഇത് ചിറയിൽ ഗാർഡൻ്റെ തയ്യാന്നുള്ളത് ബില്ലിൽ ഒന്ന് കൺഫേം ചെയ്ത് വാങ്ങുക. അതായത് നമ്മൾ വാങ്ങുന്ന തൈ ഇത് ചിറയിൽ ഗാർഡൻ്റെ ആണ് എന്നുള്ളത് അവരുടെ ബില്ലിൽ കൺഫേം ആക്കി വാങ്ങുക. അങ്ങനെ ഉറപ്പ് വരുന്ന തൈകൾ നിങ്ങൾ നട്ടിട്ടും നിങ്ങൾക്ക് കായ്ക്കുന്നില്ലാണ്ട്, കാരണം കായ്ക്കുന്നുള്ള നമ്മുടെ ഗ്യാരണ്ടിയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ കായ്ക്കാവുന്ന പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ചിലവും കാര്യങ്ങളും തൈകളും അടക്കമുള്ള കോമ്പൻസേഷൻ, അതിനേക്കായ ചിലവ്, വളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് നമ്മൾ കോമ്പൻസേഷൻ തരും. നമുക്കൊരു ഡബിൾ ഗ്യാരണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഈ തൈൻ്റെ ഗ്യാരണ്ടി ഒന്ന് കായ്ക്കുന്നുള്ളതും കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൻസേഷൻ കിട്ടുന്ന ഗ്യാരണ്ടി, അപ്പോൾ ഒരു ഡബിൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ചിറയിൽ ഗാർഡൻസിൽ തൈകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഉറപ്പ് വരുന്ന ഈ ടാഗും അതുപോലെ തന്നെ തൈകൾ നഴ്സറിയിൽ നിന്ന് പോകുമ്പോൾ ചോദിച്ച് വാങ്ങിക്കാനുള്ള ശ്രമിക്കുക. ചിറയിൻ്റെ ആണെന്നുള്ള ബില്ലിൽ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നിലവിൽ നമ്മൾ 50ഓളം വെറൈറ്റിയുള്ള മാവുകൾ ചെയ്യുന്നുണ്ട്. ഐ മീൻ വിദേശ ഇനങ്ങളായിട്ടുള്ള നാടൻ ഇനങ്ങളായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ അൽഫോൺസ് ആയിക്കോട്ടെ, ബെങ്ങനപ്പള്ളി പോലെ തോട്ടമാവുകൾക്ക് ഉപയോഗിക്കുന്ന അൽഫോൺസ്, ബെങ്ങനപ്പള്ളി, മല്ലിക മാവുകൾ, വിദേശ ഇനങ്ങളായിട്ടുള്ള നാംഡോക്ക് മായി, ഇന്തോനേഷ്യൻ അൽഫോൺസ്, കാട്ടിമൂണ് പോലത്തെ വിദേശ മാവുകൾ, നല്ല പഴമ നിലനിർത്തുന്ന നമ്മുടെ ചന്ദ്രക്കാരൻ, നമ്മുടെ കോമാവ്, ചേലൻ പോലത്തെ അങ്ങനത്തെ നോട്ട് വെറൈറ്റി, അങ്ങനത്തെ ഒരു 50-60 വെറൈറ്റി മാവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലാവിലും അതുപോലെ തന്നെ നമ്മുടെ നാടിനായിട്ടുള്ള മുട്ടംവരിക്ക, തെൻവരിക്ക പോലത്തെ ചക്കയും നമ്മൾ ചെയ്യുന്നുണ്ട്. വെറൈറ്റികളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ J33, വിയറ്റ്നാം, കംബോഡിയൻ പോലത്തെ വെസ്റ്റേൺ വെറൈറ്റീസും രണ്ടും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ 2 മിക്സ് നമ്മളിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ചിക്കുലും ഇത് പറയുമ്പോൾ ബനാന, നമ്മുടെ പാല, സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ പോലത്തെ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളകിൽ നമ്മൾ കൊന്നിയൂർ കാര്യങ്ങളൊക്കെ പോലത്തെ വെറൈറ്റീസ് നമ്മൾ കുരുമുളകുകളിലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളൊന്ന് ബട്ടറാണ്. ബട്ടർ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ട്രോപ്പിക്കൽ ബട്ടർ എന്നുള്ളൊരു പേരിൽ മാത്രമാണ് നമ്മൾ ബട്ടർ ചെയ്തിട്ടുള്ളത്. അതായത് ചൂടത്ത് കായ്ക്കുന്ന ബട്ടർ എന്നുള്ള രീതിയിൽ. കാരണം പല പേരുകളും ബട്ടർ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കായ്ച്ചോളൊന്നും ഉണ്ടാവില്ല. ചില വെറൈറ്റീസ് മാത്രമേ ചൂടിൽ ഈ ട്രോപ്പിക്കലിൽ സർവൈവ് ചെയ്യുള്ളൂ. അതിൽ തന്നെ ഇതിലിപ്പം നമുക്ക് കുറേ ഫ്ലവറിങ് ടൈപ്പുകളിൽ വരുന്ന ടൈപ്പ് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ A-യും B-യും ഒക്കെ വരുന്ന ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂടിയ ചില ഇനങ്ങളെ കിട്ടുകയുള്ളൂ ചില സമയങ്ങളിൽ കായ്ക്കുന്ന. അതായത് ബട്ടറിൻ്റെ ഒരു രീതി എങ്ങനെയാണ്. അപ്പം അങ്ങനെ കായ്ക്കുന്ന ബട്ടർ മാത്രം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ട്രോപ്പിക് എന്നുള്ള ഇനത്തിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാരണം ഇതൊക്കെ അധികം വിത്ത് മുളച്ചിട്ടുണ്ടായതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി കറക്റ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം 2-3 വർഷത്തിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വെറൈറ്റി ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പഠനങ്ങളും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ട്രോപ്പിക് എന്നുള്ള രീതിയിൽ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ബട്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതായിട്ട് കൊണ്ടുപോകും. കാരണം നമ്മുടെ ഈ കാലാവസ്ഥയിൽ കായ്ച്ചിട്ടുള്ള മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അതാണ് ബട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ നാരങ്ങ പല ഐറ്റംസ്, ഇപ്പോൾ ബുഷ് ഓറഞ്ച് ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, നമ്മുടെ നാരങ്ങളായിക്കോട്ടെ, സീഡ്ലെസ്, മറ്റേ കമ്പിളി നാരങ്ങ പോലത്തെ ബബ്ലൂസ്, അങ്ങനത്തെ ഐറ്റംസ് നാരങ്ങൾ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോങ്ങൻ വെറൈറ്റീസ് ആയിട്ടുള്ള എഡോ, ഡയമണ്ട് റിവർ, 4 സീസൺ പോലത്തെ ഏത് വെറൈറ്റീസും നമ്മളിവിടെ ലെയർ ചെയ്യുന്നുണ്ട്. ചാമ്പയിൽ ആപ്പിൾ ചാമ്പ, റെഡ്, ഗ്രീൻ, വൈറ്റും, അതുപോലെ ഉമ്മർ ചാമ്പ, ബാലി ചാമ്പ പോലത്തെ ചാമ്പകളുടെ വെറൈറ്റീസ് നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മറ്റുള്ള അനാറ് പോലത്തെ അതും നമ്മളിവിടെ ലെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരുവിധം നമ്മൾക്ക് നമ്മുടെ ട്രോപ്പിക്കലായിട്ടുള്ള ഈ കാലാവസ്ഥയിൽ കായ്ക്കുന്ന എല്ലാ തൈകളും നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സ്. അതിൻ്റെ കൂടെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ടുള്ള തെങ്ങ് കവുങ്ങ് പോലെ സാധനങ്ങൾ നമ്മൾ നല്ല തോട്ടങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും വിത്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് കവുങ്ങിൽ നമ്മൾ മോഹിനാർ ഇൻട്രമംഗള പോലത്തെ കാസർഗോഡ് പോലത്തെ സാധനങ്ങളാണ് കവുങ്ങിൽ കൊടുക്കുന്നത്. തെങ്ങിൽ കുറ്റിയാടിയാണ് നമ്മളിവിടെ കാര്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. കുറ്റിയാടി തൈ മറ്റുള്ള തൈകൾ നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുവരെ ഗവൺമെൻറ് അപ്രൂവൽ ഫാമുകളിൽ നിന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിലവിൽ കുറ്റിയാടി മാത്രമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം വിത്തിട്ട് വളർത്തുന്ന നമ്മുടെ റെഡ് ലേഡി സീഡ്, അതായത് നമ്മുടെ ഈ സീഡ്സിൻ്റെ ഒറിജിനൽ സീഡ്സ് മാത്രമേ നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നുള്ളൂ. റെഡ് ലേഡി പോലുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ തോട്ടത്തിൽ തന്നെ കായ്ച്ചിട്ടുള്ള നമ്മുടെ മിറാക്കിൾ ഫാംസ്, ഐ മീൻ മിറാക്കിൾ എന്ന് പറയാൻ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഫാമിൽ മാത്രം കായ്ച്ചിട്ടുള്ള മിറാക്കിളിൻ്റെ സീഡ് അതൊക്കെ നമ്മളിവിടെ ഉപയോഗിച്ച് അതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ട പോലെ സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ ബറാബി ആയിക്കോട്ടെ, മിറാക്കിളായിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങൾ നമ്മളിവിടെ കുരുവിട്ടിട്ട് അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ നഴ്സറികളിൽ നിങ്ങൾക്ക് സംശയനിവാരണത്തെ നമ്മൾ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഫ്രീ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ വിളിച്ച് അന്വേഷിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്നോണ്ടേ തൈ മാത്രമല്ല, ഏത് അതിൻ്റെ സംശയനിവാരണത്തിനായി നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു കസ്റ്റമർ കെയർ വിങ്ങും നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്ഥലം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്ലാന്റേഷൻ വർക്ക്സ് നമ്മൾ തോട്ടങ്ങൾക്ക് വെച്ച് പിടിപ്പിച്ച് തരും. അതിനായിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാൻ മാത്രം രീതിയിലല്ല, നിങ്ങൾക്ക് പണിക്കാരുണ്ട് നമ്മുടെ സൂപ്പർവൈസർ മാത്രമാണെങ്കിൽ സൂപ്പർവിഷൻ ചെയ്ത് തീർക്കും. അല്ല ഫുൾ വർക്ക് ചെയ്യണമെങ്കിൽ ഫുൾ വർക്കും അത് നമ്മളോട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാം ഒരു ഓളിനുള്ള നടക്കാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ്, വളരെ ആളുകൾക്ക് കുറഞ്ഞ പ്രോഗ്രാംസ് നടത്തണമെങ്കിൽ അതിനുള്ള സജ്ജീകരണവും നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. ചെറിയ പാർട്ടികൾ പോലെ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രകൃതിയോട് ഇണങ്ങി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ നമ്മുടെ ഇവിടുത്തെ ഒരു നഴ്സറിക്ക് ആവശ്യമായ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മളോട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബയോഫ്ലോ കൃഷി രീതിയുണ്ട്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തൈകൾക്ക് ആവശ്യം നന കാര്യങ്ങളൊക്കെ നമ്മുടെ ബയോഫ്ലോക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഓളിനോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കൂടുതൽ നമുക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് നമ്മുടെ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നഴ്സറി ഉൽപ്പാദന കേന്ദ്രം വരുന്നത് നമ്മുടെ കൊണ്ടോട്ടി, ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിൽ ചിറയിൽ ചുങ്കം, കൊണ്ടോട്ടിയിൽ നിന്ന് കുളപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ നിങ്ങൾക്ക് കുളപ്പുറമല്ല ചിറയിൽ വന്നിറങ്ങിയാൽ ചിറയിൽ നിന്ന് ചിറയക്കാടിലേക്ക് പോകുന്ന വഴിയിൽ അമരച്ചാൽ ഭാഗത്തായിട്ട് നമ്മുടെ എസ്കോള കോളേജിന് നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ മലപ്പുറം ആ സൈഡിൽ നിന്ന് കോഴിക്കോട് സൈഡിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടോട്ടി വന്നിട്ട് അവിടുന്ന് നമ്മുടെ ഈ കുളപ്പുറത്തേക്ക് പോകുന്ന റോഡിനും, അല്ല കുളപ്പുറത്ത് തൃശ്ശൂർ ഭാഗത്ത് വരുന്ന ആളാണെങ്കിൽ കുളപ്പുറത്ത് നിന്ന് കൊണ്ടോട്ടിലേക്ക് പോകുന്ന റോഡിൽ ആയിട്ടാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും പറ്റുമായിട്ട് നമ്മുടെ നമ്പറായിട്ടുള്ള 85 89 99 30 18, ഇനി 18 നമ്പർ കിട്ടിയില്ലെങ്കിൽ 30 15 എന്ന നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു.